ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. 2. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 3. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. 4. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് പ്രസ്താവന 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ്, നിലമ്പൂർ. 3. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ, എംപോക്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരമുള്ള ആൻസറാണ്. 4. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? 4. ഓപ്ഷൻ ബി, ആസാം. 5. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, നാഗാലാൻഡ്. 6. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ എ, കർസാപ്പ്. 7. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലാസ്മോഡെസ്മാറ്റ. 8ാമത്തെ ക്വസ്റ്റ്യൻ: അമീബിക് മെനിഞ്ചോ എൻസോഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ബി, നെഗ്ലേറിയ ഫൗലേറി. 9. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ സി, അമൃതം. 10. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്തരം? ആൻസർ ഓപ്ഷൻ ബി, പ്ലൂറ. 11. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചെന്നാണ്? 11. ഓപ്ഷൻ ബി, 3 പേർക്ക് ലഭിച്ചു. 12. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? 12. ഓപ്ഷൻ ബി, കരൾ. 13. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, മലമ്പനി. 14. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ആൻസർ ഓപ്ഷൻ സി, ഫൈബ്രിനോജൻ. 15. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ ഓപ്ഷൻ സി, EEG. 16. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ്? ആൻസർ ഓപ്ഷൻ എ, രാസോർജ്ജം. 17. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി? ആൻസർ ഓപ്ഷൻ സി, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. 18. പ്രസ്താവന 1: എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. 2. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നശിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏതെല്ലാമാണ്, അല്ലെ തെറ്റ് ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 18 ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. 19.
പ്രസ്താവന 1 എല്ലാ ധാതുക്കളും അയിരാണ്. 2 എല്ലാ അയിരുകളും ധാതുക്കളാണ്. 3 അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവന 19 ആൻസർ ഓപ്ഷൻ എ ആണ്. 2 മാത്രം ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. 20 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. 21 ചേരുംപടി ചേർക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ചേരുംപടി ആയിട്ട് വന്നിട്ടുള്ളത്. 1 ബി ആണ്, അതുപോലെ തന്നെ 2 എ ആണ്, 3 ഡി ആണ്, 4 സി ആണ്. 22 കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. 22 ഓപ്ഷൻ എ ആണ്, PSLV C-57. 23 സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആഗസ്ത് കോംതെ. 24 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? അപ്പോൾ 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായത് അർജൻറ്റീനയായിരുന്നു. അപ്പോൾ അർജൻറ്റീന തെക്കേ അമേരിക്കൻ കൺട്രിയാണ്. അപ്പോൾ ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. 25 മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ആൻസർ ഓപ്ഷൻ സി മണ്ണ് ദിനം. 26 ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ആൻസർ ഓപ്ഷൻ ഡി 1988. 27 റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന. ആൻസർ ഓപ്ഷൻ എ IUCN. 28 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ആൻസർ ഓപ്ഷൻ ബി സൗദി അറേബ്യ. 29 രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. ആൻസർ ഓപ്ഷൻ സി സിഗ്. 30 നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിവേപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിവേപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. 31 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1 ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. 2 ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വരേഖാംശം. 3 ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ളത് ഇന്ദിര കോൾ. 4 ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ളത് ഇന്ദിര പോയിൻ്റ്. 31 ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 32 ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതെന്നാണ്? 1 ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ. 2 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. 3 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്രാനങ്കൽ. 4 ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. പിന്നെ അടുത്ത ആൻസർ ഓപ്ഷൻ സി ആണ്, ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 33 പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ ഇല്ല. 34 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1 സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 2 ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ.
3. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. 4. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന 34 ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 35. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. 2. ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. 3. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. 4. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. 35 ഓപ്ഷൻ എ ആണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 3 മാത്രം. 36. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ആൻസർ ഓപ്ഷൻ ഡി, പോർച്ചുഗൽ. 37. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, ക്ലോഡിയ ഗോൾഡിംഗ്. 38. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന. 1. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 2. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. 3. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 38 ഓപ്ഷൻ സി ആണ്. യോജിച്ച പ്രസ്താവന 1ഉം 2ഉം ആണ്. 39. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത്? വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 39 ഓപ്ഷൻ എ, വിറ്റാമിൻ എ. 40. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നാളികേരം. 41ാമത്തെ ക്വസ്റ്റ്യന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 41 ഓപ്ഷൻ സി, 30%. 42. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? 42 ഓപ്ഷൻ ബി, വയനാട്. 43. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ ബി, ആലപ്പുഴ. 44. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. ആൻസർ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട. 45. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുപടി ചേർക്കുക. ഇപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. A4, B3, C1, D2. ആൻസർ ഓപ്ഷൻ സി ആണ്. 45 ആൻസർ. 46. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 46 ഓപ്ഷൻ ബി, മമ്മൂട്ടി. 47. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. ആൻസർ ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. 48. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട. 49. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ആൻസർ ഓപ്ഷൻ സി, 2018. 50. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ആൻസർ ഓപ്ഷൻ എ, ഇരുമ്പ്. 50. റാം C.O. ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? 50 ആൻസർ ഓപ്ഷൻ സി ആണ്, സുമതി. അപ്പോൾ 52. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോദാവരി. 53.
പാമ്പാടും ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 2003. 54. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 54 ഓപ്ഷൻ ബി ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 55. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? 56 ഓപ്ഷൻ സി ഗഗൻയാൻ. 57. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ. 58. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? 58 ഓപ്ഷൻ എ മനു ഭാക്കർ. 59. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. 60. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി കാരക്കോറം. 61. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 62. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? 62 ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? 63. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. സ്ഥിരതയോടുകൂടിയ വളർച്ച. 2. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 3. സ്വാശ്രയത്വം. 4. ഭക്ഷ്യ സ്വയം പര്യാപ്തത. 63 ഓപ്ഷൻ എ ആണ്. ഉൾപ്പെടുന്നവ 1ഉം 3ഉമാണ്. 64. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? 1. സൈനിക നടപടി. 2. ലയനക്കരാർ. 3. അനുരഞ്ജനം. 64 ഓപ്ഷൻ സി ഇത് 3ഉമാണ്. 64 ഓപ്ഷൻ സി. 65. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോ. സി.എസ്. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? 1. ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. 2. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 3. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. 4. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 65 ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ. 2ഉം 4ഉമാണ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ. 66. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായ ഇന്ത്യക്കാരി? ആൻസർ ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. 67. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ എ ഇറ്റലി. 68. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ആൻസർ ഓപ്ഷൻ എ സ്വത്തവകാശം. 69. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. 70. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? 70 ഓപ്ഷൻ സി ആണ് ആൻസർ. 3. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും.
71. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ അയ്യത്താൻ ഗോപാലൻ. 72. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. 2. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. 73. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ് പാലക്കാട്. 74. ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. 75. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയത്? 75 ഓപ്ഷൻ സി പോലോത്തുനാട്. 76. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു. 77. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? 1. കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 2. ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. 77 ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരി. 78. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? 78 ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 79. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ആൻസർ ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി. 81 ആൻസർ പറഞ്ഞു പോവുകയാണ് മാത്സ്. 81 ഓപ്ഷൻ എ ആണ് ആൻസർ. 82 ഓപ്ഷൻ എ ആണ് ഭാര്യ. 83 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ എ. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ എ. 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ ബി. 90 ഡി. 91 ഡി. 92 എ. 93 എ. 94 ബി. 95 എ. 96 എ. 97 ബി. 98 ആൻസർ ഇല്ല. 99 ഓപ്ഷൻ ഡി ആണ്. 100 ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.